ഇപ്പോൾ ചില ആൾക്കാർക്ക് ഒരു ഫോൺ എടുക്കുമ്പം ഐക്യൂടെ തന്നെ ഒരു ഫോൺ വേണം എന്നൊക്കെ ഉണ്ടായിരിക്കും. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഐക്യൂടെ ഓരോരോ പ്രൈസ് സെഗ്മെന്റിൽ ഇപ്പോഴത്തതിൽ കൺസിഡർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഫോണുകളെ കുറിച്ചിട്ടാണ്. പിന്നെ ഇതേ ടോപ്പിക്കിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വീഡിയോസ് ചെയ്യാറുണ്ട്. അപ്പം ഇതേ ടോപ്പിക്കിൽ നമ്മൾ വീണ്ടും വീഡിയോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു വീഡിയോയുടെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ കമന്റ് ബോക്സിലും കൊടുക്കുന്നതായിരിക്കും. ഇപ്പോൾ താഴെ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും വേറെ വീഡിയോയുടെ ലിങ്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കാണുന്നതായിരിക്കും നല്ലത്. കാരണം അതായിരിക്കും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വീഡിയോ. അപ്പം ആദ്യം നിങ്ങളുടെ ബഡ്ജറ്റ് കുറവാണെന്നുണ്ടെങ്കിൽ 10,500 രൂപ പ്രൈസ് റേഞ്ചിൽ ഐക്യു Z9 ലൈറ്റ് എന്നുള്ള സ്മാർട്ട് ഫോൺ വരുന്നുണ്ട്. ഇതൊരു 5G ഫോണാണ്. അപ്പം 10,500 രൂപ പ്രൈസ് റേഞ്ചിൽ തന്നെ നമുക്ക് 5G ഫോൺ കിട്ടുന്നുണ്ട്. പക്ഷേ ഇതിൽ HD റെസൊല്യൂഷൻ വരുന്ന ഡിസ്പ്ലേ വരുന്നുള്ളൂ. വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈനുള്ള നോച്ചേ കൊടുത്തിട്ടുള്ളൂ. 90 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ MediaTek Dimensity 6300 എന്നുള്ള പ്രോസസ്സർ വരുന്നുണ്ട്. നല്ലൊരു പ്രോസസ്സറാണ്. 5G സപ്പോർട്ടൊക്കെ വരുന്നുണ്ട് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ. പിന്നെ 50+2 മെഗാ പിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പും 8 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും വരുന്നുണ്ട്. 5000 mAh ബാറ്ററി, 15 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടൊക്കെ വരുന്നുണ്ട്. 10,500 രൂപ പ്രൈസ് റേഞ്ചിൽ ഈ ഫോൺ അവൈലബിൾ ആണ്. ഇനി ബഡ്ജറ്റ് കൂട്ടാം എന്നുണ്ടെങ്കിൽ 12,500 രൂപ പ്രൈസ് റേഞ്ചിൽ ഐക്യു Z9X 5G എന്ന സ്മാർട്ട് ഫോൺ നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. അപ്പം ഇതിലോട്ട് വരുമ്പോൾ നമുക്ക് എക്സ്ട്രാ ആയിട്ട് ഫുൾ HD റെസൊല്യൂഷനിൽ വരുന്ന ഡിസ്പ്ലേ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ പഞ്ച്വൽ ഡിസൈൻ എക്സ്ട്രാ വരുന്നുണ്ട്. 120 Hz റിഫ്രഷ് റേറ്റും എക്സ്ട്രാ നമുക്ക് ലഭിക്കുന്നുണ്ട്. പിന്നെ ബെറ്റർ ആയിട്ടുള്ള സ്നാപ്ഡ്രാഗൺ 6 Gen 1 എന്ന പ്രോസസ്സറാണ് ഇത് വരുന്നത്. 50+2 മെഗാ പിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പും 8 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും തന്നെയാണ് ഈ ഫോണിൽ വരുന്നത്. പിന്നെ ഇതിൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് നമുക്ക് ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ബെറ്റർ ആയിട്ടുള്ള 6000 mAh ബാറ്ററി വരുന്നുണ്ട്. ബെറ്റർ ആയിട്ടുള്ള 44 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടും ഇതിൽ വരുന്നുണ്ട്. 12,500 രൂപ പ്രൈസ് റേഞ്ചിൽ ഇത് നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. ഇനി ബഡ്ജറ്റ് കുറച്ചും കൂടി കൂട്ടാം എന്നുണ്ടെങ്കിൽ 18,500 രൂപ പ്രൈസ് റേഞ്ചിൽ ഐക്യു Z9 5G എന്ന സ്മാർട്ട് ഫോൺ കൺസിഡർ ചെയ്യാവുന്നതാണ്. അപ്പം ഇതിലോട്ട് വരുമ്പോൾ നമുക്ക് 5G സപ്പോർട്ടിന്റെ കൂടെ AMOLED ഡിസ്പ്ലേയും കിട്ടുന്നുണ്ട്. 6.6 ഇഞ്ചിന്റെ ഫുൾ HD+ AMOLED ഡിസ്പ്ലേ ആണ് ഇതിൽ വരുന്നത്. 120 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. MediaTek Dimensity 7200 എന്നുള്ള പ്രോസസ്സറാണ് വരുന്നത്. പിന്നെ 50+2 മെഗാ പിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പ് വരുന്നുണ്ട്. 16 മെഗാ പിക്സൽ സെൽഫി ക്യാമറ എടുത്തിട്ടുണ്ട്. 5000 mAh ബാറ്ററിയും 44 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടൊക്കെ വരുന്നുണ്ട്. 18,500 രൂപ പ്രൈസ് റേഞ്ചിലാണ് ഈ ഫോൺ വരുന്നത്. പിന്നെ നിങ്ങൾക്ക് ഐക്യൂടെ കുറഞ്ഞ പ്രൈസ് റേഞ്ചിൽ വരുന്ന കർവ്ഡ് ഡിസ്പ്ലേയുമായിട്ട് വരുന്ന ഒരു 5G ഫോൺ വേണം എന്നുണ്ടെങ്കിൽ 19,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഐക്യു Z7 Pro 5G എന്ന സ്മാർട്ട് ഫോൺ വരുന്നുണ്ട്. അപ്പം ഇതിൽ 6.78 ഇഞ്ചിന്റെ ഫുൾ HD+ AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. പിന്നെ കർവ്ഡ് ഡിസ്പ്ലേ ഒക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. 120 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. MediaTek Dimensity 7200 എന്നുള്ള പ്രോസസ്സറാണ് വരുന്നത്. 64+2 മെഗാ പിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പും 16 മെഗാ പിക്സൽ സെൽഫി ക്യാമറ ഒക്കെ വരുന്നുണ്ട്. 4600 mAh ബാറ്ററിയും 66 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടൊക്കെയാണ് ഇതിൽ വരുന്നത്. 19,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഈ ഫോൺ കൺസിഡർ ചെയ്യാം. പിന്നെ ഇത് കുറച്ച് പഴയ ഫോണാണ്. നിങ്ങൾക്ക് പുതിയൊരു ഫോൺ തന്നെ വേണം എന്ന് നിർബന്ധമാണെന്നുണ്ടെങ്കിൽ ഇതിന് പകരം 20,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഐക്യു Z9S 5G എന്ന സ്മാർട്ട് ഫോൺ കൺസിഡർ ചെയ്യാവുന്നതാണ്. പക്ഷേ ഇതിൽ MediaTek Dimensity 7300 എന്നുള്ള പ്രോസസ്സറേ വരുന്നുള്ളൂ. ഇത് Z7 വരുന്ന MediaTek Dimensity 7200 എന്നുള്ള പ്രോസസ്സറിന്റെ താഴെ വരുന്ന പ്രോസസ്സറാണ്. പക്ഷേ ഇതിൽ നമുക്ക് ബെറ്റർ ആയിട്ടുള്ള 5500 mAh ബാറ്ററി ലഭിക്കുന്നുണ്ട്. പക്ഷേ 44 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടേ വരുന്നുള്ളൂ. അതുപോലെ തന്നെ 50 മെഗാ പിക്സൽ മെയിൻ ക്യാമറ സെൻസറാണ് വരുന്നത്. അപ്പോൾ പുതിയ ഫോൺ വേണമെന്നുണ്ടെങ്കിൽ ഇത് നോക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഐക്യു Z7 Pro എന്നുള്ള സ്മാർട്ട് ഫോണും നോക്കാവുന്നതാണ്. പിന്നെ ബഡ്ജറ്റ് കുറച്ചും കൂടി കൂട്ടാം എന്നുണ്ടെങ്കിൽ 25,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഐക്യു Z9S Pro എന്നുള്ള സ്മാർട്ട് ഫോൺ വരുന്നുണ്ട്. ഇതിൽ 6.7 ഇഞ്ചിന്റെ ഫുൾ HD+ AMOLED ഡിസ്പ്ലേ തന്നെയാണ് വരുന്നത്. കർവ്ഡ് ആയിട്ടുള്ള ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. 120 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ബെറ്റർ ആയിട്ടുള്ള സ്നാപ്ഡ്രാഗൺ 7 Gen 3 എന്ന പ്രോസസ്സർ വരുന്നുണ്ട്. 50+8 മെഗാ പിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പ് വരുന്നുണ്ട്. 16 മെഗാ പിക്സൽ സെൽഫി ക്യാമറ എടുത്തിട്ടുണ്ട്. 5500 mAh ബാറ്ററിയും 80 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടൊക്കെ വരുന്നുണ്ട്. 25,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഈ ഫോണും കൺസിഡർ ചെയ്യാം. ഇനി ബഡ്ജറ്റ് കൂട്ടാം എന്നുണ്ടെങ്കിൽ 34,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഐക്യു Neo 9 Pro എന്നുള്ള സ്മാർട്ട് ഫോൺ കൺസിഡർ ചെയ്യാവുന്നതാണ്. ഇതിലോട്ട് വരുമ്പോൾ 6.78 ഇഞ്ചിന്റെ 1.5K റെസൊല്യൂഷനിൽ വരുന്ന AMOLED ഡിസ്പ്ലേ നമുക്ക് ലഭിക്കുന്നുണ്ട്. ബെറ്റർ ആയിട്ടുള്ള റെസൊല്യൂഷൻ വരുന്നുണ്ട്. 144 Hz റിഫ്രഷ് റേറ്റ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സ്നാപ്ഡ്രാഗൺ 8 Gen 2 എന്ന പ്രോസസ്സറാണ് വരുന്നത്. പിന്നെ ഇതിൽ ഫ്ലാറ്റ് ആയിട്ടുള്ള ഡിസ്പ്ലേ ആണ് വരുന്നത്. 50+8 മെഗാ പിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പും 16 മെഗാ പിക്സൽ സെൽഫി ക്യാമറ ഒക്കെ വരുന്നുണ്ട്. 5160 mAh ബാറ്ററിയാണ് വരുന്നത്. 120 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടൊക്കെ വരുന്നുണ്ട്. ഈ ഒരു ഫോൺ 34,000 രൂപ പ്രൈസ് റേഞ്ചിലായിട്ടാണ് വരുന്നത്. ഇനി ബഡ്ജറ്റ് കൂട്ടാം എന്നുണ്ടെങ്കിൽ ഫ്ലാഗ്ഷിപ്പ് ലെവലിൽ 55,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഐക്യു 13 5G എന്ന സ്മാർട്ട് ഫോൺ വരുന്നുണ്ട്. അപ്പം ഇതിൽ 6.82 ഇഞ്ചിന്റെ 2K റെസൊല്യൂഷൻ വരുന്ന AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. 144 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്.
പിന്നെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സ്നാപ്ഡ്രാഗൺ 8 എന്നുള്ള ഫ്ലാഗ്ഷിപ്പ് പ്രോസസ്സർ തന്നെ ഇതിൽ വരുന്നുണ്ട്. 50+50+50 മെഗാ പിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പും 32 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും വരുന്നുണ്ട്. 6000 mAh ബാറ്ററിയും 120 വാട്ടിന്റെ ഫാസ്റ്റ് സപ്പോർട്ടൊക്കെ വരുന്നുണ്ട്. 55,000 രൂപ പ്രൈസ് റേഞ്ചിന്റെ ഈ ഫോൺ ഇപ്പം അവൈലബിൾ ആണ്. ഫ്ലാഗ്ഷിപ്പ് ഫോണാണ് നോക്കുന്നതെന്നുണ്ടെങ്കിൽ ഇത് കൺസിഡർ ചെയ്യാവുന്നതാണ്. അപ്പം ഇതൊക്കെയാണ് ഇപ്പം ഐക്യൂടെ ഓരോരോ പ്രൈസ് സെഗ്മെന്റിൽ കൺസിഡർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ചില ഫോണുകൾ. ഇതിൽ ഞാൻ ഏതെങ്കിലും ഫോണിൽ വിട്ടുപോയിട്ടുണ്ടോ എന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതിൽ നിങ്ങൾ ഏത് ഫോൺ സെലക്ട് ചെയ്യും എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക.